സാധാരണക്കാർക്കൊക്കെ ഒരുപക്ഷെ ഉണ്ടാകാവുന്ന ഒരു സംശയമാണ്. 2019 UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചയാളാണ് തോമസ് ചാഴിക്കാടൻ. 2024 ആകുമ്പോൾ നിങ്ങൾ LDF വന്നുകൊണ്ട് LDF സ്ഥാനാർത്ഥിയായി തോമസ് ചാഴിക്കാടൻ മത്സരിക്കുന്നു. സാധാരണ ജനത്തിന് മുമ്പിൽ, വോട്ടർമാർക്ക് മുമ്പിൽ ഈ ഒരു മാറ്റത്തെ, ഈ കൂടുവിട്ട് കൂടുമാറ്റത്തെ നിങ്ങൾ എങ്ങനെ വിശദീകരിക്കും? അല്ല, ഇത് ഈ കൂടുമാറ്റമല്ല. യഥാർത്ഥത്തിൽ ഞങ്ങൾ UDF നിന്ന് പുറത്താക്കിയതാണ്. അതിൻ്റെ യാഥാർത്ഥ്യം എങ്ങനെ വേണമെങ്കിൽ എൻ്റെ ഫോണിൽ അതിൻ്റെ അന്നത്തെ UDF കൺവീനർ പ്രഖ്യാപിക്കുന്നത് എൻ്റെ ഫോണിലുണ്ട്. കേരള കോൺഗ്രസ് എമ്മിനെ ശ്രീ ജോസ് കെ മാണി വിഭാഗത്തെ UDF നിന്ന് പുറത്താക്കുന്നു, അല്ലെങ്കിൽ UDF നിൽക്കാൻ ഇവർക്ക് യോഗ്യതയില്ല എന്ന് പ്രഖ്യാപിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന് ഇനിയും UDF തുടരാൻ അർഹതയില്ല എന്ന തീരുമാനമാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഇന്നത്തെ UDF യോഗത്തിന്റെ തീരുമാനമാണ് ഞാൻ വിശദീകരിക്കുന്നത്. അത് UDF കൺവീനർ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്, വ്യത്യാസമില്ല. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന് UDF തുടരാനുള്ള അർഹതയില്ല. അത് കൺവീനർ പറഞ്ഞതിനകത്ത് തെറ്റില്ലെന്നേ. അതെന്താ നിങ്ങൾ പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, മുന്നണിയിൽ തുടരാൻ അർഹതയില്ല. അതാണ് UDF തീരുമാനം. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന് ഇനിയും UDF തുടരാൻ അർഹതയില്ല എന്ന തീരുമാനമാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. UDF ഇനിയും അങ്ങോട്ടുള്ള UDF യോഗത്തിൽ നിന്നും ശ്രീ ജോസ് കെ മാണി വിഭാഗത്തെ മാറ്റി നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഒന്നത്. രണ്ടാമത് LDF പോകുന്ന വലിയ തെറ്റായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നില്ല. കേരളത്തിൽ ഇത്രയധികം വികസനം നടത്തിയൊരു മുന്നണി വേറെ ഇല്ല. മുന്നണി ശക്തമാണ്. ഒരു ഉദാഹരണം, ഈ കൂവുന്നവരൊക്കെ ഉണ്ടല്ലോ, 80 എവിടെയാണ് ഈ കൂവുന്നവർ ഉരുളി വരണം. 80 ശ്രീ AK ആന്റണിയും ശ്രീ KM മാണി സാർ ഉൾപ്പെടെ ഇടതുപക്ഷ ജനാധിപത്യമുണ്ടായിരുന്നത്. അപ്പോൾ ഈ കൂവുന്ന പിള്ളേർക്ക് അറിയാമല്ല അന്നത്തെ രാഷ്ട്രീയം. 80 മുതൽ തുടങ്ങിയതാണ്. 80 LDF ഭാഗമായിരുന്നു. നയനാർ മുഖ്യമന്ത്രിയും ശ്രീ AK ആന്റണിയും PC ചാക്കോ ഉൾപ്പെടെയുള്ള ആളുകൾ മന്ത്രിമാരും ശ്രീ KM മാണി സാർ മന്ത്രിമാരുമായിരുന്ന സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷ മുന്നണി മോശമായ ഒരു മുന്നണിയാണെന്ന് ധരിക്കേണ്ട. അതൊക്കെ വെറും പ്രചരണം മാത്രമാണ്. ഇവിടെ ഈ കോട്ടയം തന്നെ എന്തിനാണ് ശ്രീ തോമസ് ചാഴികാടൻ വോട്ട് ഞങ്ങൾ ചോദിക്കുന്നത്? ഇത്രയേറെ വികസനം നടന്നൊരു കാലഘട്ടമുണ്ടോ? ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നമ്മുടെ 70 കിലോമീറ്റർ റോഡ് മാത്രം ചെയ്യാനാണ് PMGSY അനുമതി നൽകിയിട്ടുള്ളത്. പക്ഷേ ശ്രീ തോമസ് ചാഴികാടന്റെ ഇടപെടൽ മൂലം 93 കിലോമീറ്റർ റോഡാണ് PMGSY പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. 926 കോടി രൂപയാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന് വേണ്ടി ശ്രീ ചാഴികാടന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞത്. എന്തിനാ? പാലായിൽ നിൽക്കുമ്പോൾ ഇന്ത്യയിലെ തന്നെ 3ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രിപ്പിൾ IT ഇതാ നമ്മുടെ പാലാ നിയമനത്തിൽ വലവൂരാണുള്ളത്. നിങ്ങൾ ഓർക്കണം, അവിടുന്ന് പുറത്തിറങ്ങുന്ന ഓരോ വിദ്യാർത്ഥിക്കും ഒരു വർഷം 60 ലക്ഷം രൂപയാണ് ശമ്പളം ലഭിക്കുന്നത്. 1600 വിദ്യാർത്ഥികൾ ആ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട്. അത്തരമൊരു സ്ഥാപനം ശ്രീ ജോസ് കെ മാണിയെപ്പോലുള്ള ആളുകൾ MP ആയിരുന്നപ്പോൾ കൊണ്ടുവന്നതാണ്. മാണി സാറിന്റെ കോട്ടയത്തെക്കുറിച്ച് ഒരു വികസന കാഴ്ചപ്പാടുണ്ടായിരുന്നു. ആ മാണി സാറിന്റെ വികസന കാഴ്ചപ്പാട് ഒരു വികസന സംസ്കാരം കെട്ടിപ്പടുക്കാൻ കോട്ടയം ജില്ലയിൽ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് മാത്രമാണോ, IIMC ഇന്ത്യയിലെ 4ാമത്തെ സ്ഥാപനമാണ്. അത് ഈ കോട്ടയം പാർലമെന്റ് നിയമനത്തിലാണ്. അതുപോലെ സയൻസ് സിറ്റി, കുറവലങ്ങാട് സയൻസ് സിറ്റി കോടിക്കണക്കിന് മുടക്കിയാണ് നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ, സാംസ്കാരികമായി വളർച്ച ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും മാതൃകാപരമായ സ്ഥാപനം. സൗത്ത് ഇന്ത്യയിലെ 1ാമത്തെ സ്ഥാപനമാണ് സയൻസ് സിറ്റി. ഈ നിലയിലുള്ള വികസന പ്രവർത്തനം കോട്ടയത്തിന് മുമ്പ് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? നമുക്കെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി MP ആയിരുന്നല്ലോ. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ഈ പറഞ്ഞതുപോലെ എടുത്തു പറയാൻ ഇടുക്കി നിയോജകമണ്ഡലത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞ ആളാണോ കൂടുമാറി ഇവിടെ വന്ന് മത്സരിക്കുന്നതെന്ന് ഉത്തരം പറയാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇതുപോലെ വികസനത്തിന് കാലഘട്ടമില്ല. 926 കോടി രൂപയുടെ വികസനമാണ് ശ്രീ ചാഴികാടൻ നടത്തിയത്. ആകെ 4100 കോടി രൂപയുടെ വികസനം 5 വർഷം കൊണ്ട് ചെയ്ത മാതൃകാപരമായ MP ആണ്. ഒറ്റ കാര്യം കൂടെ ഞാൻ പറയാൻ അവസാനിപ്പിക്കാം. ഒരു കാര്യം കൂടെ, കേരളത്തിലെ 20 MP മാരിലും ഈ കൂക്ക് വിളിക്കുന്ന MP 18 പേരുണ്ടല്ലോ, അവിടെയൊക്കെ മുമ്പിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിച്ച MP 1ാമൻ ശ്രീ തോമസ് ചാഴികാടൻ തന്നെയാണ്. അത് മനസ്സിലാക്കണം.